2026 ഏപ്രിൽ 2-ാം വാരം അല്ലെങ്കിൽ 3-ാം വാരം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കാരണം 10 വർഷമായി അധികാരത്തിന് പുറത്താണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ മത്സരമാണ്. കാരണം ഇന്ത്യയിൽ ഭരണമുള്ള ഏക സംസ്ഥാനമാണ്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കേരളം പോകുമ്പോൾ BJP പറയുന്നു തങ്ങൾ കറുത്ത കുതിരയായി ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന്. പലവിധ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന 10 വർഷത്തെ ഇടതു സർക്കാരിനെതിരായ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ടെന്ന് BJP മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുന്നു. എന്തായാലും കേരള രാഷ്ട്രീയം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും പ്രചരണായുധമാകുക അല്ലെങ്കിൽ ഏതെല്ലാം വിഷയമായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക? തീർച്ചയായിട്ടും ജനങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഏത് തെരഞ്ഞെടുപ്പിലും പ്രധാനമായും ചർച്ച ചെയ്യുക. ജീവിതത്തെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വന്തം സാധാരണ ജീവിതം, അതുപോലെ വിശ്വാസം ഒക്കെ വരും. അതിൽ എല്ലാം വരാം. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടത്, പെണ്ണ് കേസ് തെരഞ്ഞെടുപ്പിൽ വരില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പെണ്ണ് കേസുമായിട്ടാണ് വീണ്ടും CPM വരാൻ പോണെങ്കിൽ CPM വലിയ ദുരന്തത്തിലേക്കാണ് പോവുക. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു തവണ കിട്ടിയവർക്ക് ഇത് സോളാർ, പക്ഷെ ഇനിയിപ്പോൾ അത് കിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കൂ, 6 ദിവസവും തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരാഴ്ചയിൽ 6 ദിവസവും കേരളം ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടം വിഷയം. എല്ലാ ചാനലും, കൈരളി ചാനൽ മാത്രമല്ല, എല്ലാ ചാനലും. എന്നിട്ട് എന്തുണ്ടായി? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തിരിച്ചിട്ട് പാലക്കാട് പോലും രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച പാലക്കാട് പോലും CPM-ന് മുന്നേറ്റം ഉണ്ടായില്ല. BJP-യുടെ സീറ്റ് കുറയുകയും ചെയ്തു. അതല്ലേ സംഗതി? പാലക്കാട് ഒരു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ല, കേവല ഭൂരിപക്ഷം പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പെണ്ണ് കേസൊന്നുമല്ല വേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരുത്തിൻ്റെ കൊള്ളരുതായ അതുണ്ടെങ്കിൽ അവർ ചെയ്യും. പക്ഷെ അതിലൊക്കെ പ്രധാനം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ ഈ കണക്കുകൾ കൊണ്ട് ഞങ്ങൾ അതിദാരിദ്ര്യം ഇല്ലാണ്ടാക്കി, മറ്റതില്ലാണ്ടാക്കി. സ്റ്റാറ്റിസ്റ്റിക്സ് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് സ്വന്തം ജീവിതത്തെ ബാധിക്കില്ല. നമുക്ക് വേണമെങ്കിൽ പ്രസംഗിക്കാം. എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ടാണ് പലരും പ്രസംഗിക്കാറുള്ളത്. പക്ഷേ സ്വന്തം ജീവിതത്തെ അതെങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഉദാഹരണം, സർക്കാർ ജീവനക്കാരെടുക്കുക. കേരളത്തിൽ നല്ലൊരു സംഖ്യ സർക്കാർ, 5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരാണ്. അവരുടെ DA ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത് DA അവകാശമല്ല. ഇതിനു മുമ്പ് പെൻഷൻ അവകാശമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാർ. പെൻഷൻ കൊടുക്കുന്നു പറയുമ്പോഴും പെൻഷൻ അവകാശമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔദാര്യമാണ്. DA ഔദാര്യമാണ് എന്നും ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ തരുന്നു. പിന്നെ കേന്ദ്രത്തിനെ കുറ്റം പറയലൊക്കെ വേറെ നിൽക്കട്ടെ. അത് ഒന്നാമത്തെ വിഷയം. 2, ഇപ്പം പെൻഷൻ കട്ടിച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും പെൻഷൻ പലപ്പോഴും മുടങ്ങുന്നു, പല പ്രശ്നങ്ങളുമുണ്ട്. 3-ാമത്തെ വിഷയം വിലക്കയറ്റം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൂടുതലാണ്. 5-6 തവണ കറണ്ട് ചാർജ് കൂട്ടി, വെള്ള ചാർജ് 10-15 ഇരട്ടിയാക്കി, ഭൂമിയുടെ കരം കൂട്ടി, എല്ലാം കൂട്ടി. എന്നുവെച്ചാൽ വീടിൻ്റെ കരം കൂട്ടി, എല്ലാം ഭയങ്കരമായിട്ട് കൂട്ടി. അപ്പോൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ബസ് ചാർജ് എല്ലാം അവർക്ക് ദോഷകരമായി ബാധിച്ച കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ കടം, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ കടം 10-15 ഇരട്ടിയായിട്ട് കൂടി. 10 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി, 1,30,000 ഇരട്ടിയായിരുന്നു ഇവർ വരുമ്പോഴുള്ള കടം. ഇപ്പോൾ 7 ലക്ഷമായി, 5 ഇരട്ടി, 500% കൂടി. എന്ന് പറഞ്ഞാൽ സർക്കാർ എന്നിട്ട് എന്ത് ചെയ്തിട്ടാ? ഏത് പുതിയ പദ്ധതിയാണ് സർക്കാർ ഇവിടെ കൊണ്ടുവന്നത്? ഇവരൊക്കെ വലിയ പദ്ധതി പറയുന്നുണ്ടല്ലോ. ഏത് പുതിയ പദ്ധതിയാണ് കൊണ്ടുവന്ന പദ്ധതി പലതും ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല. ദേശീയപാതയെക്കുറിച്ച് വലിയ പറഞ്ഞു. ഇപ്പോൾ ദേശീയപാതയുടെ റീലിടൽ നിർത്തി. കാരണം ദേശീയപാത ഓരോ സ്ഥലത്ത് ഇടിഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇപ്പോൾ ദേശീയപാത പണിയുന്ന സ്ഥലത്ത് കൂടി നമുക്ക് പോകാൻ വയ്യ. മുമ്പ് പോയിരുന്ന അത്ര സ്പീഡും കൂടി കിട്ടില്ല. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഗതിയല്ല. കൊച്ചി മെട്രോ മുമ്പ് തുടങ്ങി, അത് തുടർന്നു. ഞാൻ പറഞ്ഞത് വിഴിഞ്ഞപ്പോൾ ഒരു വലിയ കാര്യം പറഞ്ഞു. വിഴിഞ്ഞത്ത് ഇപ്പോൾ അവസാനം തോറ്റുപോയി. വിഴിഞ്ഞത്തെ പ്രദേശത്തെ ജനങ്ങൾ ഇവർക്ക് എതിരാന്നുള്ളത് ഉറപ്പായി. ഞാൻ പറഞ്ഞു വന്നത്, വിഴിഞ്ഞപ്പോൾ വലിയ സിംഗപ്പൂരാവും ദുബായിയായും തിരുവനന്തപുരം എന്ന് പറഞ്ഞു ഒന്നും ആയില്ല. അവിടുത്തെ കടലേറ്റം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അതുപോലെ നിരവധി. ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതമാണ് ജനങ്ങൾ നോക്കുക ഗവൺമെൻറ്റിനെതിരെ. പിന്നെ മന്ത്രിമാരുടെ എഫിഷ്യൻസി നോക്കിയാലും ഒരു മന്ത്രിയും കാര്യമായിട്ട് എഫിഷ്യൻ്റായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ വനം വകുപ്പ്, ആരോഗ്യ വകുപ്പ് ഒക്കെ എടുത്താൽ വളരെ ശോകമാണ്. വെറുതെ ഇങ്ങനെ നന്നായി പ്രസംഗിക്കുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നെഗറ്റീവ് ഉണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും വരും. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിലും പഞ്ചായത്തിൽ നമുക്ക് ഒരു പക്ഷേ എൻ്റെ പഞ്ചായത്ത് ആര് ഭരിക്കണം അല്ലെങ്കിൽ എൻ്റെ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം എന്നുള്ളത് നോക്കുക. നേരെ മറിച്ച് അടുത്തത് വരുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്നാണ് നോക്കുക. കേരളം ഇനി ഒരു പിണറായി ഭരണം വേണോ വേണ്ടയോ? ഇവരൊക്കെ പറഞ്ഞമാതിരി പിണറായി 3-0 ഒന്നും എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരമുണ്ട്. കഴിഞ്ഞ അടുത്ത 2 മാസത്തിനകത്ത് അത് മാറ്റാൻ
സർക്കാരിന് കഴിയോ, വീട് കയറി ഇറങ്ങിയോണ്ട് കഴിയോ എന്നൊന്നും അറിയില്ല. ശബരിമല പോലെയുള്ള മറ്റ് വിഷയങ്ങളുണ്ട്, ഇപ്പോൾ PM ശ്രീ പോലെയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ രാഷ്ട്രീയവുമായി ഒരു അന്തർധാരയുണ്ട് എന്നൊരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നന്നായി കണ്ടതാണ്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഇവരൊരു അന്തർധാരയുണ്ട്. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടു, മന്ത്രിസഭ പോലും അറിയാതെ PM ശ്രീ ഒപ്പിട്ടു. ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ട്, PM ശ്രീക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കെങ്കിലും അറിയാം? ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി എവിടെ? ആ കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടിയിട്ടില്ല എന്ന് ബിനോയ് വിശ്വം കരയാണ്. എന്ന് പറഞ്ഞാൽ PM ശ്രീ പോലെയുള്ള സംഗതികൾ വളരെ കൃത്യമായും വരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആരോപണങ്ങളൊക്കെ ED നിർത്തിവെച്ചു, ഒന്നുമില്ല, എല്ലാം സുഖം സൗകര്യം മകൾക്ക് മകനെതിരെയൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു അന്തർധാര ഉണ്ട് എന്ന് സംശയവർക്കുണ്ട്. ആർലേക്കറുമായി ഇപ്പം നല്ല ബന്ധമാണ്, വൈസ് ചാൻസലറെ രണ്ടുപേരും പങ്കുവച്ചെടുത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പോസിറ്റീവായി ഇവർ ഈ പറയുന്ന കണക്കുകൾ ഒഴിച്ചാൽ, ഞങ്ങൾ ഇത്ര വ്യവസായം കൊണ്ടുവന്നു, ഇത്ര ഇത് കൊണ്ടുവന്നു എന്ന് കഴിച്ചാൽ സ്വന്തം ജീവിതത്തിലില്ല. തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗ ആക്രമണം കിഴക്കൻ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പടിഞ്ഞാറൻ മേഖലയിൽ കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട്, തീരദേശം. ഇവിടെയൊക്കെ തന്നെ ഗവൺമെൻറ് ഡിഫെൻസീവിലാണ്, ഗവൺമെൻറ് ഒഫെൻസീവ് അല്ല, ഗവൺമെൻറ് ഡിഫെൻസീവിലാണ്. പ്രതിപക്ഷം അത് ഉപയോഗിക്കും, എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ കേരളത്തിൽ അവർക്ക് ഒരു ത്രഷോൾഡ് അവരെത്തിയിട്ടില്ല. ഇപ്പോൾ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മിനിമം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 20-25 സീറ്റ് അവർക്ക് കിട്ടിയാൽ അവരുടെ ലെവൽ മാറും. പക്ഷേ അതൊന്നും കിട്ടാൻ അവർക്കൊരു സാധ്യതയില്ല. അവർ തന്നെ 4-5 ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അത് CPM സഹായിച്ച എന്നേ ഉള്ളൂ, വേറെ സീറ്റൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ 30 സീറ്റ് എന്നൊക്കെ പറയുമെങ്കിലും 30 സീറ്റിലൊന്നും അവരെവിടെ എത്തില്ല. മാത്രമല്ല, ആൻറ്റി ഗവൺമെൻറ് വികാരം എപ്പോഴും അനുകൂലമാവുക പ്രധാന പ്രതിപക്ഷത്തിന്, ഭരണവിരുദ്ധ വികാരം, അത് കോൺഗ്രസിന് കിട്ടാനാണ് സാധ്യത. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഇപ്പോൾ ഇവരാകെ പറയുന്ന കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ടെന്ന്. അത് ജനാധിപത്യത്തിൽ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരാളെ മുഖ്യമന്ത്രിയാവാൻ കേരളത്തിൽ യോഗ്യതയുള്ളൂ എന്നൊരു പാർട്ടി തീരുമാനിച്ചാൽ ആ പാർട്ടിക്ക് പിന്നെ ആളില്ലല്ലോ, അല്ലേ? ഇപ്പോൾ യഥാർത്ഥ ജനാധിപത്യത്തിൽ എന്താ, വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വളർന്നു വരുന്നതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നല്ല ലക്ഷണം. ഇയാളല്ലെങ്കിൽ ഇയാൾ, അല്ലെങ്കിൽ ആളല്ലെങ്കിൽ അയാൾ എന്ന് പറയാൻ. മറ്റതിപ്പോൾ ഇയാളില്ലെങ്കിൽ പിന്നെ പ്രളയം എന്ന് പറയാൻ പറ്റുമോ? ഏകാധിപത്യമാണ് അത്. മുമ്പ് ഇപ്പം ഞാൻ പറയാൻ ഓർക്കുന്നത്, ഞാൻ CPM-ൽ വർക്ക് ചെയ്യുന്ന കാലത്ത് കോൺഗ്രസ് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ BJP കേന്ദ്രത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുണ്ട്, ഞങ്ങൾക്ക് രാജീവ് ഗാന്ധിയുണ്ട്, നിങ്ങൾക്ക് ആരുണ്ട് എന്ന ചോദ്യമാണ്. കാരണം അവരുടെ നേതാവ് ഒരു തീരുമാനിച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ആരെങ്കിലും ആയിരിക്കും, ആരുണ്ടെന്ന്. അന്ന് CPM പറഞ്ഞിരുന്നത് എന്താണ്, അങ്ങനെ ഒരാളുണ്ടാവലല്ല കാര്യം, നേതാവ് തിരഞ്ഞെടുക്കപ്പെടുന്ന നേതാവാണ്, ജനങ്ങളിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്, അല്ലാണ്ട് ഒരാളെ മാത്രം കാണിച്ച് തിരഞ്ഞെടുപ്പില്ല. ഇപ്പോൾ ഇത്തവണ അവർക്ക് പറയാൻ ധൈര്യമുണ്ട് CPM-ന്, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിച്ചാൽ അത് നെഗറ്റീവ് ആവും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വെച്ച് പ്രതിപക്ഷം ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നത് സത്യം തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചായി പിന്നെയുള്ള വിവാദങ്ങൾ. യഥാർത്ഥത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അദ്ദേഹവുമായി അടുത്ത് ചേർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് രമേശ് ചെന്നിത്തല. ഒരുപാട് വിഷയങ്ങൾ അത് കോടതിയിൽ എത്തിക്കുന്നു. പലപ്പോഴും ഒരുപക്ഷെ ജനകീയ സമരം, അത് കോൺഗ്രസിൻ്റെ പരിമിതിയാണ്. ഒരു ജനകീയ സമരമായി അത് മാറ്റാൻ കഴിയാതിരിക്കുന്നത് ചിലപ്പോൾ കോൺഗ്രസിനായിരിക്കും. പക്ഷേ നിരവധി വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡും പ്രളയവും എല്ലാം കൂടി വന്നിട്ടുണ്ടായ വേറൊരു പ്രത്യേക സിറ്റുവേഷൻ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് വേറൊരു വിഷയമാണ്. അന്ന് ഇതല്ല ഫോക്കസ് ചെയ്തിരുന്നത്. ഗവൺമെൻറ് പരാജയങ്ങളൊക്കെ മറയ്ക്കപ്പെട്ടു. തീർച്ചയായും ഗവൺമെൻറ് ഒരു എന്താ പറയുക, ഒരു ലീഡർ എന്ന നിലയ്ക്ക് പിണറായി വിജയനെ എല്ലാവരും അതാ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള വേറെ പ്രശ്നം, പക്ഷേ അംഗീകരിച്ചു. കേരളത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ ഒരു നേതാവ് വേണം. എപ്പോഴും യുദ്ധ കാലഘട്ടത്തിൽ ഭരിക്കുന്നവർക്ക് ഗുണം അതാണ്. നെതന്യാഹു ഇവിടെ ഇസ്രായേലിൽ ചെയ്യുന്നതും മോഡി ഇന്ത്യയിൽ ചെയ്യുന്നതും, കാരണം ഒരു യുദ്ധമോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പറ്റും. അതേപോലെ ഒരു പ്രതിസന്ധി വന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയന് 21 കിട്ടിയത്. അതുകൊണ്ട് അതുവരെ രമേശ് ചെന്നിത്തല ചെയ്ത പ്രവർത്തനങ്ങൾ ഇല്ലാതാവുന്നില്ല. അത് പലതും പല രൂപത്തിൽ ഇപ്പോഴും വരുന്നുണ്ട്. ഇവർ ഉന്നയിച്ച ഒരു പദ്ധതി ഫോണും ഒന്നും വന്നില്ലല്ലോ, റെയിലും ഒന്നും വന്നില്ലല്ലോ. അപ്പോൾ അത് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹം അത് നിയമപരമായ പോരാട്ടത്തിൽ കൂടി എത്തും. ഇപ്പോൾ VS അത് ചെയ്തിരുന്നു. VS ഒരു സംഗതി പബ്ലിക്കായി മീഡിയയിൽ പറയും, ജനങ്ങളോട് പറയും, ഒപ്പം തന്നെ
സമാന്തരമായൊരു നിയമ പോരാട്ടത്തിലേക്ക് വി എസ് പോയിട്ട് ഇപ്പോൾ ബാലകൃഷ്ണൻ പിള്ളയുടെയൊക്കെ കേസ് എത്ര കാലമാണ് വി എസ് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയത്. അത്തരമൊരു രീതിയിലാണ് രമേശ് ചെന്നിത്തല കൊണ്ടുപോയത്. വി എസിൻ്റെ അത്ര ഒരുപക്ഷെ വി എസിൻ്റെ അത്ര പ്രായമില്ല, വി എസിൻ്റെ അത്ര ഒരു പാർട്ടിയില്ല എന്നുള്ളതൊക്കെ കൊണ്ടൊക്കെ ആവാം, അതിന് വേണ്ടത്ര ഇത് കിട്ടിയില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ യോഗ്യനായ ഒരാളാണ്. അതേ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ UDF കിട്ടിയാൽ രമേശ് ചെന്നിത്തല ആവുന്നതിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ആരെത്ര കാലം എന്നുള്ളതൊക്കെ പിന്നെ പല പ്രശ്നങ്ങളുണ്ട്, ഘടകങ്ങളുണ്ട്, ജയിക്കുന്ന MLA-മാരുടെ എണ്ണമുണ്ട്, ഹൈക്കമാൻഡിന്റെ തീരുമാനമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കമാൻഡ് നിർണായകമാണ്, ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് ഒരു പാർട്ടിയിൽ ഒരു നേതാവ് മാത്രം മുഖ്യമന്ത്രിയാവുക എന്നതല്ല ഒരു പാർട്ടിയുടെ ലക്ഷണം. ആ പാർട്ടിയിൽ 3 or 4 പേർ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ വളർച്ചയാണ് കാണിക്കുന്നത്, തളർച്ചയല്ല. ഇപ്പോൾ അവസാനം ഒരു ചോദ്യം കൂടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴികെട്ട ഒരു വകുപ്പ് കഴിഞ്ഞ 10 വർഷമായി ആഭ്യന്തര വകുപ്പാണ്. നമ്മൾ ഒരു മാസം മുമ്പ് കണ്ടൊരു ദൃശ്യമുണ്ട്. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവരുടെ മുഖത്തടിക്കുന്ന CIയുടെ രൂപം. അതിന് തൊട്ട് മുമ്പ് വന്ന വാർത്ത, വടകര DYSP ആയിരുന്ന ഉമേഷ് എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നു, അവരെ ടെറസിൻ്റെ മുകളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു. ജയിൽ DGP ഒരാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു. കൊടിസുനിയോട് 75 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിട്ട് പോലും കൃത്യമായൊരു നടപടി പോലീസുകാർക്കെതിരെ എടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. കുന്നംകുളത്തെ പോലീസുകാർക്കെതിരെ നടപടിയില്ല. PG കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നടപടിയില്ല. നിരവധിയായ ആരോപണം വന്നു. ഈ രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത 2011-16 കാലഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടവും താരതമ്യം ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും പോലീസ് എപ്പോഴും CPM എപ്പോഴും കേൾക്കുന്ന ഒരു പരാതി സെൽഭരണം എന്നതാണ്. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുതൽ ആരോപണമുണ്ട് പാർട്ടി പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ പാർട്ടി പോലല്ല ഭരിക്കുന്നത്, ഒരു ക്ലിക്കാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിലെ ചില ആളുകളും, മുഖ്യമന്ത്രി തന്നെ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വലിയ തോതിൽ ആഭ്യന്തര വകുപ്പിനെതിരെ പരാതികൾ വരുന്നു. ഇതിനു മുമ്പും പരാതി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല, കസ്റ്റഡി മരണമുണ്ട്, പക്ഷേ അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി 144 പോലീസുകാരെ ഞങ്ങൾ പിരിച്ചുവിട്ടുണ്ടെന്ന്. ഏത് പോലീസുകാരെ പിരിച്ചുവിട്ടു? ഈ പറഞ്ഞ വരാപ്പുഴ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു യുവാവിൻ്റെ കഥ നമുക്കറിയാം. അയാൾ വെറുതെ ആൾ തെറ്റിക്കൊണ്ടുപോയതാ, ഇടിച്ച് കൊന്നു അയാളെ കൊന്നിട്ട് ആ പോലീസുകാരൻ അതിന് നേതൃത്വം കൊടുത്ത ആൾക്ക് എന്താ ചെയ്തതെന്നറിയില്ല. അയാൾക്ക് IPS കൊടുത്ത അയാൾ കോഴിക്കോട് കമ്മീഷണറാക്കി വിട്ടു, ജോർജ്. നമ്മൾ കണ്ടതാ. ഇപ്പോൾ വാളയാറുള്ള കുട്ടികളെ പരസ്യമായി അവരെ കളിയാക്കിയ, അവരിഷ്ടപ്പെട്ട് 9-13 വയസ്സായ പറഞ്ഞ ഒരാൾക്ക് IPS കിട്ടാൻ വേണ്ടി കോടതി വരെ, ഞങ്ങൾ അതിനെതിരെ കോടതി പോയി, ഇപ്പോൾ കോടതി വരെ സർക്കാരെ പോണേ, സോജന് സർക്കാരെ പോണേ, ഇയാൾക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിരവധി ഒരു കേസും അങ്ങനെ പോലീസിന് വിട്ട കേസ് തെളിയാറില്ല. ഇപ്പോൾ വണ്ടിപ്പെരിയാർ ഒരു പെൺകുട്ടി 6 വയസ്സായ പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്നാണ് കഥ. ആളുകൾ തൂങ്ങി മരിക്കുന്നു എന്നാണ്. അതുപോലെ പീഡനത്തിൻ്റെ കഥയാണെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനം വലിയ ചർച്ചയാവുമ്പോൾ കേരളത്തിൽ എത്ര പീഡന കഥകൾ, പരാതികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. പെൺകുട്ടികൾ ഇപ്പോൾ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആംബുലൻസിൽ. ഇതൊക്കെ ഹഷപ്പ് ചെയ്ത് പോലെ ഇത്, ഇതൊക്കെ ഇല്ലാതാവില്ലേ ഇത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് ഇന്ന് കാര്യക്ഷമമല്ല എന്ന് CPM-കാർക്കും അറിയാം, CPI-കാർക്കും അറിയാം. പത്തനംതിട്ടയിൽ DYFI-കാരനാണ് തല്ലുകൊണ്ട് കുഴപ്പമായത്. ഞാൻ പറഞ്ഞത് ഇത് പാർട്ടി നയപ്രകാരമല്ല, ഒന്നുമല്ല. അവിടെ ഇരിക്കുന്ന 1-2 ആളുകൾ, പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം ആ പേര്, ഏറ്റവും ആരോപിതരായ ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പോലീസിനെ തന്നിഷ്ടം പോലെ പ്രവർത്തിപ്പിക്കുന്നു. കേരളത്തിലെ പോലീസിനെ സ്വതന്ത്രമായി വിട്ടാൽ ഒരു പരിധി വരെ നടക്കും. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തുള്ള ഒരു ഗുണം അതിനകത്ത് തന്നെ വിമർശനം വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ കോൺഗ്രസിനകത്ത് വിമർശനം, അത് ജനാധിപത്യ. CPM ഭരിക്കുന്ന കാലത്ത് ആരും കാമാന്ന് മിണ്ടില്ല, ഈ പറഞ്ഞ മാതിരി രാജാവായ നമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ആ ആഭ്യന്തരമായ അല്ലെങ്കിൽ ആന്തരികമായ സെൽഫ് ക്രിറ്റിസിസം ഉണ്ടാവുന്നതാണ് ജനാധിപത്യത്തിൻ്റെ മേന്മ. അതാണ് കോൺഗ്രസിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്.